ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ ബാറ്ററി ടിപ്സ് ആയിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം. ഓക്കെ, അപ്പം തന്നെ നമ്മൾ രണ്ടാമത് സംസാരിക്കാൻ പോകുന്നത് ഐഫോണിൻ്റെ 10 ക്യാമറ ടിപ്സുകളാണ്. നമ്മുടെ എല്ലാവർക്കും ഐഫോൺ നോർമലായിട്ട് യൂസ് ചെയ്യും. നോർമൽ എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതെല്ലാം ഓക്കെ. പക്ഷേ പലർക്കും അറിയാത്ത കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ചെറിയൊരു അറിവെന്ന് ഞാൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ ടിപ്സ് വരുന്നത് യൂസ് ഗ്രിഡാണ്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോസ് നമുക്ക് സാധാരണ നമ്മൾ ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം ഫോട്ടോ എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് അതിൻ്റെ സ്ട്രൈറ്റായിട്ട് കിട്ടാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നോർമൽ ക്യാമറ ഓപ്പൺ ആക്കുക, അതിൽ സ്ട്രൈറ്റ് വിഷ്വൽ എടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറൻ്റെ താഴെ തന്നെ ഗ്രിഡ് വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഷെയ്ക്കൊന്നും ആവാണ്ട്, റൊട്ടേറ്റ് ഒന്നും ആവാണ്ട്, ഏതാണോ നമ്മൾ എടുക്കാൻ പോകുന്ന പൊസിഷന് അത് കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് യൂസ് ഗ്രിഡ്. അപ്പോൾ അതിലൂടെ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫോട്ടോസും കറക്റ്റ് സ്ട്രെയിറ്റ് ഫോട്ടോസ് നമുക്ക് അതിൽ കിട്ടും. അത് കറക്റ്റ് ബാലൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്ന ക്യാമറ ടിപ്സിൽ ഒന്നാമത്തെ ഇത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നോർമൽ ഫോട്ടോ തന്നെ ഒരു പ്രോ ലെവലിൽ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്ന ഫോട്ടോസാണ് പോർട്രേറ്റ് മോഡ്. നോർമൽ ഇപ്പം നമ്മുടെ എല്ലാ ഐഫോൺ യൂസേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ മോഡാണ്. ഒന്ന് നോർമൽ, രണ്ടാമത്തെ പോർട്രേറ്റ്. നോർമൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടാനും ആ ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടാനും യൂസ് ചെയ്യും. സ്ഥിരം മറിച്ച് നമ്മൾ പോർട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പോർട്രേറ്റിൽ നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ബോഡിയൊക്കെ കറക്റ്റ് ഫോക്കസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണ ഒരു ഓപ്ഷനാണ് പോർട്രേറ്റ് മോഡ്. നമുക്കൊന്നുകൂടി ഒരു പ്രീമിയം ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്രേറ്റ് മോഡ്. അതാകുമ്പോൾ നമ്മുടെ ഫോട്ടോ പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്, നമ്മളിപ്പോൾ ഏതൊരു ലൊക്കേഷനിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് വല്ല ട്രീസ് അല്ലെങ്കിൽ വല്ല ബിൽഡിങ് അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള നമ്മൾ ചിലപ്പോൾ വല്ല ഷോപ്സിൻ്റെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഔട്ട് സൈഡിൽ നിന്നാണെങ്കിലും, അപ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലറാക്കിയിട്ട് നമ്മുടെ ഫോട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പോർട്രേറ്റ് മോഡ്. അപ്പോൾ നിങ്ങൾ പലരും യൂസ് ചെയ്യുന്നുണ്ടാവും പോർട്രേറ്റ്. അപ്പോൾ മാക്സിമം നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് പോർട്രേറ്റ് മോഡ് ഒന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ഫോട്ടോസ് കിട്ടാൻ പെർഫെക്റ്റാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ് അഡ്ജസ്റ്റ് എക്സ്പെൻസീവ് എന്നുള്ളൊരു ഓപ്ഷൻ. അഡ്ജസ്റ്റ് എക്സ്പോസ്. അതിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രൈറ്റ്നസ് ഉണ്ട്. നോർമലായിട്ട് ഇപ്പോൾ നമ്മളൊരു ഫോട്ടോസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഫോട്ടോസ് എടുക്കാൻ നമ്മളൊരു വൈകുന്നേര സമയം അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം. രാവിലെ ആകുമ്പോൾ സൺലൈറ്റ് കുറവായിരിക്കും, അതേപോലെ രാത്രി ആകുമ്പോൾ ഭയങ്കര ഇരുട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ ഡേ ലൈറ്റിൽ ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ പലരും പല മോഡൽ ഫോണായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏത് ഫോണാണെങ്കിലും ഐഫോൺ ഇപ്പോൾ 4 മോഡൽ, ഐഫോൺ 17 Pro Max വരെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോണാണെങ്കിലും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളുടെ ഏത് ഫോണാണെങ്കിൽ പോലും, ഏത് ഡിവൈസ് ആണെങ്കിലും, ആപ്പിളിൻ്റെ ഐഫോൺ ആണെങ്കിലും മാക്ബുക്ക് ആണെങ്കിലും അതേപോലെ നിങ്ങളുടെ ഐപാഡ് ആണെങ്കിലും ഏത് ഫോണാണെങ്കിലും നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഡേ ലൈറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുക. കുറച്ച് ഇരുട്ടുള്ള അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ റെഡിയാവും. പക്ഷേ അത് പിന്നീട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സൂം ചെയ്യുമ്പോഴോ അതിൻ്റെ ക്ലാരിറ്റി കുറയും. ഇപ്പോൾ പല ആളുകളുടെയും പ്രധാന പ്രോബ്ലമാണ് നമ്മളുടെ ഫോട്ടോസ് പല ടൈമിൽ പല ക്വാളിറ്റി കിട്ടും. അതിൻ്റെ പ്രധാന കാരണമാണ് ഈ ഡേ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഒരു കാര്യം അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനാണ് അഡ്ജസ്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിപ്പോൾ ലൈറ്റ് കുറവുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ എക്സ്പോഷർ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്തതിന് ശേഷം ബ്രൈറ്റ്നസ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേ ലൈറ്റ് കറക്റ്റാവും. അപ്പോൾ അതായിരിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസിന് നല്ല ബ്രൈറ്റ്നസ്, അതേപോലെ ഒരു സിനിമാറ്റിക് മോഡ് നമുക്ക് കിട്ടും. കറക്റ്റ് ആ ഒരു ഫിനിഷിങ് അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും സെയിം ആയിട്ടേ വരാം. ഓക്കെ,
അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് എക്സ്പോഷർ. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാലാമത്തെ കാര്യമാണ് ഷൂട്ട് ഇൻ 4K. ഇപ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ഒരു മൊബൈൽ മേടിച്ചതിന് ശേഷം ചിലവർ സെറ്റിങ്സിലൊക്കെ പോയിട്ട് കറക്റ്റ് എല്ലാം റെഡിയാക്കും. പക്ഷേ ചിലവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും, ചിലവർ അറിഞ്ഞിട്ടും ചെയ്യും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റിങ്സ് ഉണ്ടാവും. അതിൽ റെക്കോർഡിൽ വീഡിയോ ആൻഡ് ഫോട്ടോ. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ 1080 എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റും ഉണ്ടാവും. അതേപോലെ തന്നെ 2160 എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം ഹൈ ഏതാണോ ആ ഹൈ ലെവൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഹൈ ക്വാളിറ്റി കിട്ടും. അതേപോലെ നോർമൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 2 MB 4 MB അങ്ങനെ കിട്ടും. പക്ഷേ നമ്മൾ ഹൈ ലെവൽ എടുക്കുമ്പോൾ അതിൻ്റെ MB കുറച്ച് കൂടും ചെയ്യും, ആ ഫോട്ടോൻ്റെ ക്ലാരിറ്റിയും കൂടും. നോർമലി ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തതിന് ശേഷം വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി ഫോട്ടോസ് ഷെയർ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ ചിലവർ പറയലുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞാൻ ചെയ്യുന്ന ഫോട്ടോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം അതിൻ്റെ ക്ലാരിറ്റി വ്യൂവേഴ്സ് കാണുന്ന സമയത്ത് ക്ലാരിറ്റി കുറവുള്ള പോലെ തോന്നിയെന്ന്. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കുറച്ചിട്ടുകൊണ്ടാണ്. അത് മാക്സിമം ഇടുക 4K ടൈപ്പോ അല്ലെങ്കിൽ അതിൻ്റെ FPS കൂട്ടിയിട്ടോ ഇടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഫോട്ടോൻ്റെ കാര്യമാണ്. ഇനി വീഡിയോ ആണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വ്ളോഗ്സ് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഫാമിലീൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ സെറ്റിങ്സിൽ തന്നെ ക്യാമറയിൽ വീഡിയോയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോർമൽ 1080 എന്നൊരു ഓപ്ഷനും ഉണ്ടാവും, 4K എന്നൊരു ഓപ്ഷനും ഉണ്ടാവും. നോർമലായിട്ട് ഇപ്പോൾ 4Kയിലാണ് നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പഴയ വീഡിയോനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് 4Kയിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4Kൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഇനി എല്ലാവരും വീഡിയോസ് എടുക്കുന്ന സമയത്ത് നേരത്തെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് നാലാമത്തെ പോയിൻ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ 1, 2, 3 പോയിൻറ്റ്സ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക. ബ്രൈറ്റ്നസ് കറക്റ്റാക്കുക. അതേപോലെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റിലും എടുക്കുക, നോർമലിലും എടുക്കുക, അതേപോലെ ഗ്രിഡും കറക്റ്റാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 4 ഓപ്ഷൻ കൂടി റെഡിയാക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസും വീഡിയോസും അടിപൊളിയായിരിക്കും. ഒരു പെർഫെക്റ്റ് അടിപൊളിയായിരിക്കും. ഓക്കെ. പിന്നെ ഈ 4K വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ 4Kയിൽ മാത്രം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ലെവൽ ഡൗൺ ആവും. കാരണം സിനിമാറ്റിക് മോഡ് എടുക്കാനും അതേപോലെ ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കാനും വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ 4K യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ ഒരു വീഡിയോ ഫോട്ടോ എടുക്കാനാണെങ്കിൽ അവർ നോർമൽ മോഡിൽ ഇട്ടാൽ മതി. 4K എടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ 4 പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്ന പോയിൻ്റാണ് 5ാമത്തെ കാര്യം, യൂസ് സിനിമാറ്റിക് മോഡ്. എല്ലാവർക്കും നോർമലി വീഡിയോ എടുക്കുന്നതിൽ നിന്നും ബെറ്ററായിട്ട് ഒന്നും കൂടിയും വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ ഒരു സിനിമാറ്റിക് മോഡ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷ്വൽ അതേപോലത്തെ ഒരു എഫക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഓപ്ഷനാണ് സിനിമാറ്റിക് മോഡ്. അതിൽ പ്രത്യേകിച്ച് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നോർമൽ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിനെക്കാട്ടിലും കൂടുതൽ നമ്മളൊരു സിനിമാറ്റിക് മോഡിൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്കേ മാറിയിട്ടുണ്ടാവും. അപ്പോൾ സിനിമാറ്റിക് മോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മുടെ പഴയ ഐഫോണിൻ്റെ മോഡൽസിലൊന്നും ഈ സിനിമാറ്റിക് മോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുതിയ ഡിവൈസിലൊക്കെ ഇപ്പോൾ സിനിമാറ്റിക് മോഡ് എല്ലാത്തിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് എഫക്റ്റും എല്ലാം അടിപൊളിയായിരിക്കും. മാക്സിമം വീഡിയോ നമ്മൾ അടിപൊളിയാക്കി എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് സിനിമാറ്റിക് മോഡ് അടിപൊളിയായിരിക്കും. അതിലിപ്പോൾ ഇതേപോലെ തന്നെ നോർമൽ വീഡിയോനേക്കാളും കൂടുതൽ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കുറച്ച് കുറയായിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന 5ാമത്തെ പോയിൻ്റ്. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാന പോയിൻ്റാണ് 6ാമത്തെ, ക്ലീൻ യുവർ ലെൻസ്. നമ്മളിപ്പോൾ നോർമലായിട്ട് എന്തൊരു ഡിവൈസ് ആണെങ്കിൽ പോലും നമ്മൾ വൃത്തിയോടുകൂടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഐഫോണിൻ്റെ ഒരു ക്യാമറ എന്നുള്ളത് പോലും. ഐഫോണിൻ്റെ ക്യാമറൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഫോൺ യൂസ് ചെയ്തത് മുതൽ പിന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടും. നമ്മളിപ്പോൾ നോർമലി കിച്ചണിൽ യൂസ് ചെയ്യുകയാണെങ്കിലും
നമ്മൾ ഈ ജോലിക്കൊക്കെ പോയിട്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ നമ്മളെ ഫോണിൽ എപ്പോഴും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പോക്കറ്റിലിടുകയാണെങ്കിൽ പോലും പുറത്ത് ടേബിളിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഫോണിൻ്റെ ക്യാമറയിൽ നമ്മുടെ കൈ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വ്യക്തി ടച്ച് ചെയ്തിട്ടൊക്കെ അതിൻ്റെ മേലെ ഡസ്റ്റ് അതേപോലെ പൊടി എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കണ കൂടുതൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്ലോത്ത് കയ്യിൽ വെക്കുക. ഒരു വൈറ്റ് ക്ലോത്ത്, നല്ല ക്ലീൻ ക്ലോത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് ക്ലീൻ ആക്കുക, പെർഫെക്റ്റായിട്ട് ക്ലീൻ ആക്കുക. ഇനി അതിന് വലിയ ബ്രാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയ നോർമൽ നല്ല ക്ലോത്ത് എന്തെങ്കിലും ഫോണിൻ്റെ ക്യാമറ ഒന്ന് തുടക്കുക, നല്ല വൃത്തിയാക്കിയിട്ട് വെക്കുക. അതേപോലെ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറ നല്ല പെർഫെക്റ്റായിട്ട് ഷോട്ട് എടുക്കാൻ പറ്റും, വീഡിയോസ് ആണെങ്കിലും അതേപോലെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും. ഇത് നമ്മൾ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ചെയ്താൽ നല്ല ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും, ക്ലീൻ ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മുടെ ലെൻസ്. ഓക്കെ, പിന്നെ 7ാമത്തെ പോയിൻ്റ് പറയുന്നത് യൂസ് നാച്ചുറൽ ലൈറ്റ്. ഞാൻ 4ാമത്തെ പോയിൻ്റ് 4K എടുത്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോസ് എടുക്കുന്ന കാര്യം. നോർമലായിട്ട് നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൺലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ച മുതൽ വൈകുന്നേരത്തെ ഒരു 5 മണി വരെ ലൈറ്റുള്ള സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫോട്ടോസ് എടുക്കണതാണ് ഏറ്റവും ബെറ്റർ. അതിൽ നമുക്ക് ബെസ്റ്റ് ഫോട്ടോസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, മോർണിംഗ് ടു ഈവനിങ് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോസിനൊരു ക്വാളിറ്റി കിട്ടിയില്ല എന്ന്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഈ ലൈറ്റുള്ള സമയത്ത് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ അടുത്തതാണ് 8ാമത്തെ പോയിൻ്റ്, യൂസ് ലൈവ് ഫോട്ടോസ്. ഇപ്പോൾ ഐഫോണിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ഡിവൈസിലൊക്കെ വരുന്നൊരു ഓപ്ഷനാണ് ലൈവ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ. ലൈവ് ഫോട്ടോ നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം സെറ്റിങ്സിൽ പോയിട്ട് സെറ്റിങ്സിലുള്ള ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ ലൈവ് ഫോട്ടോ, ഗ്രിഡ്, അതേപോലെ 4K പല ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ലൈവ് ഫോട്ടോ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് നമ്മൾ ഏതാണോ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ പോലെ നമുക്ക് ലൈവ് ഫോട്ടോയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു, അത് ലൈവ് ഓപ്ഷനിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 2-3 സെക്കൻഡിൽ നമ്മുടെ ഫേസിൻ്റെ പല ഡിഫറൻസ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഏത് ഫോട്ടോ ആണോ നമ്മൾ എടുത്തത് അത് ലൈവ് മോഡിലാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈവ് മോഡിൽ നിന്ന് തന്നെ നമ്മുടെ ഫോട്ടോൻ്റെ ഏതോ പോർഷനാണോ നമുക്ക് വേണ്ടത് അത് പൗസ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കണ വ്യക്തി അല്ലെങ്കിൽ നമ്മൾ അൺക്യാപ്ചർ ആയിട്ടുള്ള ടൈമിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ ഉദ്ദേശിക്കും. അപ്പോൾ ജസ്റ്റ് ലൈവ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് മൊമെൻ്റാണോ ആ ലൈവ് ഫോട്ടോ നമ്മൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് ആ പൊസിഷനിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതാണ് ലൈവ് ഫോട്ടോ. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ ലൈവ് ഫോട്ടോ കൂടി ഒന്ന് ട്രൈ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നല്ല ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, അടുത്ത ഓപ്ഷനാണ് 9ാമത്തെ, ഷൂട്ട് ഇൻ റോ. ഈ ഷൂട്ട് ഇൻ റോ എന്നുള്ള ഓപ്ഷൻ നോർമലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലവർക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ ചിലവർ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല. ഈ ഷൂട്ട് ഇൻ റോ എന്നുള്ള ഒരു ഓപ്ഷൻ്റെ പ്രധാന പ്രത്യേകത, നമ്മൾ ഈ റോ സൈസ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യണ സമയത്താണ് ഇതിൻ്റെ ക്വാളിറ്റി ബെസ്റ്റ് ആയിരിക്കുക. നമ്മളിപ്പോൾ ഒരു റോ മോഡിൽ ഫോട്ടോ എടുത്തു, അതിന് എടുക്കണ സമയത്ത് നോർമൽ ഒരു ഫോട്ടോ ആയിരിക്കും. തിരെ മറിച്ച് നമ്മൾ അത് റോ മോഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യണ സമയത്ത് നമ്മളിപ്പോൾ ഏത് ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ അല്ലെങ്കിൽ ഒരു പാർക്കിൽ അല്ലെങ്കിൽ ബാക്കിലൊരു ട്രീ നമ്മളത് എഡിറ്റ് ചെയ്യണ സമയത്ത് റോ മോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് കണ്ടൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഈ റോ മോഡിൻ്റെ പ്രത്യേകത. റോ മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ ഫോട്ടോസിൽ നിന്നും റോ മോഡ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ബീച്ച്, ഇപ്പോൾ നമ്മളൊരു ബീച്ച് എടുത്തു, അപ്പോൾ അതിൽ സൺലൈറ്റ് കാര്യങ്ങളുണ്ട്, സൺസെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാക്കിൽ വലിയൊരു മൗണ്ടൈൻ്റെതാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൗണ്ടൈൻ്റെ ഓരോ ഡീറ്റെയിൽസ്, അതേപോലെ നമ്മൾ ധരിച്ച ഡ്രസ്സ്, ഷൂ കാര്യങ്ങൾ. അപ്പോൾ റോ മോഡിൽ എടുക്കുമ്പോൾ നമ്മൾ എന്താണോ വെയർ ചെയ്ത വാച്ച് കാര്യങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിലുള്ളത് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കിട്ടും. നോർമൽ ഫോട്ടോ എടുക്കുമ്പോൾ മെയിനായിട്ട് ക്യാമറ ലെൻസ് ഫോക്കസ് ചെയ്യാൻ മൊത്തത്തിലായിരിക്കും, പക്ഷേ റോ മോഡിൽ ഫോട്ടോ എടുത്ത ഓരോ ഡീറ്റെയിൽസും നമുക്ക് ബെസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് റോ മോഡും കൂടി ഉപയോഗിച്ചാൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ,
പിന്നെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് യൂസ് ടെലിഫോട്ടോ ലെൻസ്. 10ാമത്തെ പോയിൻ്റ്. നോർമലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെൻസ് നമ്മൾ 1x ഇട്ടിട്ടാണ് എടുക്കുക. 1x എടുക്കുമ്പോൾ നോർമലി ചെറിയൊരു ഡിഫറൻസിലാണ് 1x ഫോട്ടോ വരിക. അപ്പോൾ മാക്സിമം നിങ്ങൾ 1x എടുക്കുന്നവരെടുക്കാം. പ്ലസ് 1x കൂടെ 2x 5x അതേപോലെ പല സൂം 2x 5x ആകുമ്പോൾ നമുക്ക് സൂം കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ ഒരു ദൂരെയുള്ള ഒരു കണ്ടൻറ്റിനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ 1x തന്നെ ഇട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഐഫോണിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിലൊക്കെ നമ്മൾ കുറച്ചും കൂടിയും 2x 5x സൂം ചെയ്ത് എടുക്കുമ്പോൾ പഴയതിനേക്കാളും കൂടുതലായിട്ട് അപ്ഡേഷൻസിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കണ്ടൻറ്റ് സൂം ചെയ്തെടുക്കുന്ന സമയത്ത് ആ സൂം ചെയ്ത സംഭവം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ, 1x 2x 5x. ഇനിയിത് കൂടുതൽ സാംസങ്ങിൻ്റെ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ S25 അൾട്ര അങ്ങനത്തെ മോഡലിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഐഫോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഐഫോൺ എത്രയാണോ തരുന്നത് അത് പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ഐഫോണിൻ്റെ. സാംസങ്ങിൻ്റേതായ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഐഫോണിൽ ഇനി നിങ്ങൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇത്ര നാളും എടുത്തതിൽ നിന്നും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ വ്യക്തിയുടെ ഫേസ് അല്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് സൂം ചെയ്യുക. ഒരു 2x ഒന്നും കൂടി ലോങ് ഷോട്ട് വേണമെങ്കിൽ ഒരു 5x ഇട്ടിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കൂ. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ 1 മുതലുള്ള 9 വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ബ്രൈറ്റ്നെസ്, അതേപോലെ ഗ്രിഡ്, അതേപോലെ ക്വാളിറ്റി കൂട്ടി വെക്കുക, അതേപോലെ നാച്ചുറൽ ലൈറ്റിൽ എടുക്കുക, അതേപോലെ നിങ്ങളുടെ ലെൻസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ 10 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ എടുത്ത ഫോട്ടോയിൽ നിന്നും ഒന്നുകൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ 10 പോയിൻറ്റ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ എടുത്തതിനേക്കാളും ബെസ്റ്റായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ പേര് ജാസിഫ് സോനു. അപ്പോൾ നമ്മൾ ഇനിയും ഇതേപോലത്തെ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത വീഡിയോ ഐഫോണിൻ്റെ ബാറ്ററി ടിപ്സ് ആയിരുന്നു. രണ്ടാമത് ചെയ്തതാണ് ഇപ്പോൾ ചെയ്തത് 10 ക്യാമറ ടിപ്സ്. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പുതിയ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.